ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടെ നമുക്ക് കൂടി വരുവാൻ അവസരം ദൈവം കർത്താവ് തന്ന ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നൊരു ഭാഗം ഒന്ന് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയമെടുക്കാം. പ്രോബ്സ് ചാപ്റ്റർ 11 verse 2 സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. എനിക്ക് മൈക്ക് ഹിയർ പ്ലീസ്. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. വായിച്ചാൽ Proverbs chapter 11 verse 2. When pride comes, then comes shame, but with the humble is wisdom. When pride comes, then comes shame, but with the humble is wisdom. മലയാളത്തിൽ വായിക്കൂ. അഹങ്കാരം വരുമ്പോൾ ലജ്ജ വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അടുത്ത 2-3 മീറ്റിങ്ങുകളായിട്ട് നമുക്ക് അടുപ്പിച്ച് ഒരു പെർട്ടിക്കുലർ മെസ്സേജായിരുന്നു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളൊരു മെസ്സേജ് അടുപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നമ്മളെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മൾ വളർന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് ഗുഡ്, ഇസ്ന്റ് ഇറ്റ്? കർത്താവ് നമ്മളെ ഒരു അനുഗ്രഹ വിഷയമാക്കി തരും. കർത്താവിൻ്റെ രീതിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന മക്കളായിത്തീരും. യാതൊരു സംശയമില്ല. അതിനാരും പ്രത്യേകിച്ച് ദൂതോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട കാര്യങ്ങൾ. ദാറ്റ് ഇസ് ഡിഫോൾട്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില ദൈവിക പ്രകാരമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. നമുക്ക് പറയാം ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു ദൈവിക പ്രകാരമുള്ള നിയമമാണ്, ദൈവം വെച്ചിരിക്കുന്ന നിയമമാണ്. അതുപോലെ തന്നെ ദൈവസന്നിധിയിലുള്ള വേറൊരു നിയമം കർത്താവിൻ്റെ ഇത് പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഗോഡ് ക്യാൻ ബ്ലെസ് us, ദാറ്റ്സ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അങ്ങനെ കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നടന്നു വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മളുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങൾക്ക് പല വ്യത്യാസങ്ങളുണ്ടാകും. ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നമുക്കറിയാം പലരും ജനവിശ്വാസത്തിലോട്ട് വന്നവർ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിന്ന വളരെ വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. There are a lot of changes that happen in their financial situations. എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അനാവശ്യ ചെലവുകളൊക്കെ മാറി ഒത്തിരി വിധമായിട്ടുള്ള വേറെ രീതിയിലുള്ള ഒത്തിരി വിഷയങ്ങളിലൊക്കെ വിടുവിച്ചു. അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ കർത്താവ് നടത്തി തീർച്ചയായിട്ടും ദൈവം വരെ അനുഗ്രഹിച്ച് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദൈവസഭയിലോട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ പാപത്തിൻ്റെ വലിയൊരു പുസ്തകമായിട്ടായിരിക്കും വന്ന്, അല്ലേ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ എന്തുണ്ടാവും? നമുക്കൊരു ചേഞ്ചസ് ഉണ്ടാവും, അല്ലേ? അങ്ങനെ ചേഞ്ചസ് ഉണ്ടായി കർത്താവ് നമ്മുടെ ലൈഫൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തുടങ്ങും. അപ്പം സ്ലോലി നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി എന്തുണ്ടാവും? ദൈവസഭയിൽ നിങ്ങൾക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ദൈവം തരാൻ തുടങ്ങും. ഓരോ കാര്യങ്ങൾക്ക്, ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഓരോ റെസ്പോൺസിബിലിറ്റി തരാൻ തുടങ്ങും. ആദ്യമേ നമ്മളൊന്നും ആരും അറിയാത്ത ഒരാളായിട്ട് വന്ന് പുറയിലിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ചില ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങും, സഭയിൽ പല കാര്യങ്ങൾ അറിയാൻ തുടങ്ങും. അങ്ങനെ രീതികൾ നിങ്ങൾ വളരുവാനായിട്ട് തുടങ്ങും. അപ്പം അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലി സിറ്റുവേഷനിൽ വ്യത്യാസങ്ങളുണ്ടാകുന്നു, നമ്മുടെ സഭയിലുള്ള സിറ്റുവേഷനിൽ വ്യത്യാസങ്ങളുണ്ടാകുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഓഫീസ് സാഹചര്യങ്ങളിലും ചിലപ്പോൾ നമ്മൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പ്രാർത്ഥിച്ചു, കർത്താവ് പ്രാർത്ഥന കേട്ടു, നമുക്കൊരു ജോലിയൊക്കെ തന്നു. ആദ്യ സമയത്തൊക്കെ ആ ഒരു സിറ്റുവേഷനൊക്കെ കർത്താവ് നമ്മുടെ വിശ്വസ്തത മാനിച്ച് യോസഫിനെ പോലെ അതേപോലെ ദാനിയേലിനെ പോലെയൊക്കെ ദൈവം നമ്മളെ ഉയർത്തുകയും പല സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ നിർത്തുകയും പലയിടത്തൊക്കെയും നമ്മൾ നിലവിളിച്ചപ്പോൾ ആരെക്കൊണ്ടും കഴിയാത്ത പല കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്യിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സോ വി വെർ എ നോബഡി, ബട്ട് നൗ യു ആർ എ സംബഡി. മനസ്സിലായോ? ആരുമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തായി തീർന്നു? നമ്മളൊരു സ്പെഷ്യൽ വ്യക്തിയായിരുന്നു. നമുക്കതിന് വളരെ നല്ലൊരു സാഹചര്യം, നമുക്കൊരു ഉദാഹരണമുണ്ട്. കർത്താവിൻ്റെ യെരുശലേമിലേക്ക് വരുവാനായിട്ട് ഹോശന്ന പാടി വരുവാനായിട്ടിരിക്കുമ്പോൾ ഒരു കഴുതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കഴുതയ്ക്ക് ആരുമല്ലായിരുന്നു, കഴുത ആർക്കും വേണ്ടത്തില്ല. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കഴുതയ്ക്ക് ഭയങ്കര വ്യത്യാസം വന്നു, അല്ലേ? ആ കഴുത വളരെ സ്പെഷ്യലായി. അന്ന് വരെ ആരും അല്ലാതിരുന്നൊരു വ്യക്തി ഇപ്പോൾ സ്പെഷ്യലായി. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അത് നാച്ചുറലാണ്. അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന രീതിയിൽ ആ രീതിയിൽ ഉണ്ടാകും സാധാരണകരമായാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റിയാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നമ്മൾ നോബഡി ആയിരുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ നമ്മൾ ആരാക്കി? കർത്താവ് ഒരു സംബഡിയാക്കി. സോ സംബഡിയാക്കി കഴിയുമ്പോൾ now എന്ത് പറ്റുന്നു? ദർ ഇസ് എ സ്പിരിറ്റ് ഓഫ് പ്രൈഡ്, ഒരു പ്രൗഡ്നെസ് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. Now I am a somebody, right?
ആ ഒരു സമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു കാര്യമാണ്. ആ വാക്കിനെ ഒന്നുകൂടെ വായിച്ചാട്ട്. Proverbs chapter 11 verse 2. Yeah. അഹങ്കാരം വരുമ്പോൾ ലജ്ജ വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അപ്പം അഹങ്കാരം വരുമ്പോൾ, അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഹൃദയത്തിന് വ്യത്യാസം വരുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. ആ ഒരു കഴുതയുടെ എക്സാമ്പിൾ തന്നെ നോക്കണം. ഇപ്പോൾ കഴുത ഇത് കഴിഞ്ഞ ശേഷം ഞാനൊരു സ്പെഷ്യലാണ് എന്ന് പറഞ്ഞ ശേഷം ഈ അന്ന് വരെ ചിലപ്പോൾ ഈ അലക്കിയിട്ടിരുന്ന തുണികളൊക്കെ അതിൻ്റെ മേൽ വിരിച്ച് കർത്താവിനെ ഇരുത്തി അല്ലെങ്കിൽ ആ ഒരു രീതികളൊക്കെ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ അലക്കിയിട്ട തുണിയുടെ മണ്ടയ്ക്കൂടൊക്കെ ഈ കഴുത നടന്നാൽ എന്തായിരിക്കും ഗതി? അടി കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, നമുക്ക് ദൈവമില്ല, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പം നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ ഒരു എക്സാമ്പിളാണ്. അതിനകത്ത് 2 ദിനവൃത്താന്തം, 2 Chronicles chapter 26, 26-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. We see a nice example for that from the Old Testament. 2 Chronicles chapter 26 verse 3. വായിച്ചാട്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു. യാ. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. ഈ പറഞ്ഞതുപോലെയാ, 16 വയസ്സായപ്പോൾ ആരായിരുന്നു രാജാവ് എന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ കൊച്ചു പിള്ളേരുടെയൊക്കെ ഇപ്പം ഏവലിനെക്കാട് ഇച്ചിരിയുടെ ഒരു സമയത്ത് ആരായി? ഒരു രാജ്യത്തിൻ്റെ രാജാവായി അദ്ദേഹം ചാർജ് എടുക്കുക. ആ ഒരു പൊസിഷനിൽ ദൈവം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിന് ശേഷം അടുത്ത നീണ്ട അനേകം 52 വർഷത്തോളം അല്ലേ, റൈറ്റ്, 52 years, റൈറ്റ്, 52 yearsോളം അദ്ദേഹം രാജാവായിട്ട് വാഴുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. So God gives us, so naturally in his eyes I am a nobody, right? അദ്ദേഹം ആരുമല്ല. അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു? He goes according to the instructions of the prophets, അല്ലേ? പ്രവാചകന്മാരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, പുരോഹിതന്മാരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. നാച്ചുറലി എന്ത് സംഭവിക്കുന്നു? ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനെതിരായിട്ട് നിന്ന എല്ലാ ശത്രുക്കളുടെ മുമ്പിലും അദ്ദേഹത്തിന് ജയം കൊടുക്കുന്നു. Okay, let's read that verse quickly. Let's start വായിച്ചാട്ട്. 4-ാമത്തെ വാക്യം. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്ത പോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്രിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവൻ അഭിവൃദ്ധി നൽകി. അവൻ പുറപ്പെട്ട് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്ത് ഗത്തിന്റെ മതിലിലും യക്കേനിലും മതിലിലും അസ്തോദിലും അതിലും ഇടിച്ചു കളഞ്ഞു. അസ്തോദ് നാട്ടിലും ഫിലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ദൈവം ഫിലിസ്ത്യർക്കും ഗൂർ ബാലിന്റെ പാർത്ത ആരാബ്യർക്കും മെയൂന്യർക്കും വിരോധമായി അവനെ സഹായിച്ചു. അമോന്യരും ഉസിയാവിന് കാഴ്ച കൊണ്ടുവന്നു. അവൻ അത്യന്തം പ്രബലനായി തീർന്നുകൊണ്ട് അവന്റെ ശ്രുതി മിസ്രൈം വരെ പകർന്നു. Also the Ammonites brought tribute to Uzziah. His fame spread as far as the entrance of Egypt, for he became exceedingly strong. He became extremely strong. That's one word is enough to understand all what is his life is. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹമായി തീർന്നു. Because he did according to the Lord. ദൈവത്തിൻ്റെ ഹിതപ്രകാരം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ദൈവം നമ്മളുടെ എല്ലാ കാര്യത്തിനും എല്ലാ വിഷയത്തിനും കർത്താവ് എല്ലാ കാര്യത്തിനും സമാപ്തി വരുത്തും. അതിന് എന്ത് വിഷയമായിക്കൊള്ളട്ടെ. പ്രിയ സഹോദരങ്ങളെ, യു ടേക്ക് ഇറ്റ് ഫ്രം മീ, ഗോഡ് വിൽ ബ്ലസ് യു, റൈറ്റ്? ഡെഫിനറ്റ്ലി വാട്ട് എവർ ഇസ് റിക്വയർഡ്, ദാറ്റ് ഇസ് ഗോഡ്സ് വേ ഓഫ് ഡൂയിങ് തിങ്സ്, റൈറ്റ്? അത് എക്സാക്ട്ലി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എതിരെ നിന്ന എല്ലാ എതിരാളികളുടെ മുമ്പിലും അദ്ദേഹം യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഗോഡ് യൂസ് ടു ബ്ലസ് ഹിം. ആൻഡ് നിങ്ങൾ താഴോട്ട് 9 തൊട്ട് 15 വാക്യങ്ങൾ അദ്ദേഹം ചെയ്ത മനോഹരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുവർണ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച യെശയ്യാവിൻ്റെ 6:1 ഉസിയ മരിച്ച ദിവസം എന്ന് പറയുമ്പോൾ, ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഉസിയാവിൻ്റെ ബന്ധക്കാരനായിരുന്ന അല്ലെങ്കിൽ ഫാമിലിയിലുണ്ടായിരുന്ന യെശയ്യാവിൻ്റെ കൺസേൺ ആണ്, കർത്താവെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലായല്ലോ? അതാണ് യെശയ്യാവ് 6 പിന്നിലുള്ള രീതി.
മനസ്സിലാവുന്നുണ്ടോ? He says, what now we are going to do? Because the strong king is gone. Now, ഇതുവരെ അദ്ദേഹം മരിച്ചിട്ടില്ല. 15-ാമത്തെ വാക്യം വരെ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 15-ാമത്തെ വാക്യം വരെ വളരെ മനോഹരമായി സ്ട്രോങ് ആയിട്ട് നിന്ന ഉസ്സയുടെ ജീവിതത്തിൽ ഉസ്സയ്ക്ക് തോന്നി ഇനി അടുത്ത് എന്തുണ്ടായി? 16-ാമത്തെ വാക്യം വേഴ്സ് 16, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യം വേഴ്സ് 16. But when he was strong, his heart was lifted up to his destruction, for he transgressed against the Lord his God by entering the temple of the Lord to burn incense on the altar of incense. വായിച്ചാൽ 16, 16-ാമത്തെ വാക്യം വായിച്ചാൽ. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. എന്താ പറ്റി? അവന്റെ ഹൃദയം നിഗളിച്ചു. The proudness came into his life. Can it happen to anybody else? It can happen to us. It can happen to us. All of us. It can happen to all of us. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നിഗളം നിറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ട് ദൈവം ബ്ലസ് ചെയ്ത ഒരു രാജാവായിരുന്നു. ആ രാജാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പറ്റിയൊരു കാര്യം, ഹൃദയത്തിൽ നിഗളം വന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഓഫീസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, ഒക്കെ നല്ല കാര്യം. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഇസ് വണ്ടർഫുൾ ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി സോ, ആൻഡ് ദാറ്റ് ഇസ് ഗോഡ്സ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അങ്ങനെയാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിലൊരു തോന്നലുണ്ടാകും, ഐ ആം സംബഡി, ഞാനൊരു സ്പെഷ്യലാണ്. അതിനുള്ള ചെറിയ ഉദാഹരണം, കർത്താവ് ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ആരോടെങ്കിലുമൊക്കെ ഒന്ന് അവസരം കൊടുക്കും. നമ്മൾ ചിലപ്പോൾ പറയും ഞാനൊന്നും പുഴുവാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും സാക്ഷ്യങ്ങളൊക്കെ പറയും, ഞാനൊന്നുമില്ല, ഞാൻ ഏഴയാണ്, ഞാനൊരു കഴുതിയാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ കഴുതിയെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സംഭവമാകെ വ്യത്യാസം വരും. അതൊക്കെ ശരിയാണ്, നമ്മുടെ വീടുകളിലൊക്കെ നമുക്കത് അറിയാനായിട്ട് പറ്റും. സോ God gives us opportunity. നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും ഇതൊന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ ആ ഹൃദയത്തിൻ്റെ നിഗളം എത്ര മാത്രം ഉണ്ട് എന്ന്, നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമ്മളുടെ ജീവിതത്തിലോട്ട്. ആൻഡ് വി ഗെറ്റ് ഡിസ്റ്റർബ്ഡ് സോ ക്വിക്ക്ലി. And then we know that we are full of the spirit of proudness in our heart. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ നിഗളം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കാര്യങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ദൈവം ഒരു വ്യത്യാസമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം അതെന്ന് പറഞ്ഞാൽ നമ്മൾ many times you can see the way how you treat your colleagues. A very good example for us. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓഫീസിൽ തന്നിരിക്കുന്ന കൊളീഗ്സിനോട് നിങ്ങൾ സംസാരിക്കുന്ന രീതി കണ്ടാൽ അറിയാം, ഡു യു ഫിയർ ദ ലോർഡ് ഓർ നോട്ട്? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി വരുന്ന ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം, ആ വ്യക്തിയോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ അറിയാം. കാണുമ്പോൾ അല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും, ബട്ട് യു ക്യാൻ സീ യുവർ ഇൻസൈഡ്. യു നീഡ് ടു ലുക്ക് അറ്റ് ദ ഇൻസൈഡ് ഓഫ് ഇറ്റ്. അത് കാണുമ്പോൾ അറിയാം എന്താണ് കാര്യങ്ങൾ, എവിടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. പലപ്പോഴും നമുക്ക് പലരെയും ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് പലരെയും സഹിക്കാൻ പറ്റുന്നില്ല. വി ആർ നോട്ട് ഏബിൾ ടു ടോളറേറ്റ് അവർ കിഡ്സ്, യു ആർ നോട്ട് ടോളറേറ്റ് അവർ ഹസ്ബൻഡ്, യു ആർ ടോളറേറ്റ് സോ മെനി പീപ്പിൾ ആർ ഇറിറ്റേഷൻ ഫോർ അസ്. ആൻഡ് ഓൺലി ഹൂ ഇസ് കറക്റ്റ്? ഐ ആം കറക്റ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എല്ലാം റെഡി ആയിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാണ്. അപ്പോൾ കർത്താവ് ആരും എല്ലാതിരുന്ന നമ്മളെ പിടിച്ചിവിടെ കൊണ്ടുവരുമ്പോൾ കർത്താവ് പറയും, ഇവനെ ഇനിയിപ്പോൾ അത് പഠിപ്പിച്ചേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ ഉസ്യാവ് അവിടെ എന്ത് ചെയ്തു? ഉസ്യാവിൻ്റെ ഹൃദയം നിഗളിച്ചു കഴിഞ്ഞപ്പോൾ ഹിസ് ആക്ഷൻസ്, why don't I also go and do the same function as the priest? ഈ പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്ന ആ ഒരു പൊസിഷനാണ് ധൂപം കാട്ടാനായിട്ടും ആലയത്തിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. അപ്പം അതിലോട്ട് എനിക്കെന്തുകൊണ്ട് പ്രവേശിച്ചുകൂടാ? ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലേ, ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. എല്ലാ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഉണ്ടായിരുന്ന പ്രീസ്റ്റ് എല്ലാം പറഞ്ഞു, രാജാവെ ചെയ്യരുത്, ഇത് രാജാവിനുള്ളതല്ല, രാജാവിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇത് ലേവ്യർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുള്ളൂ, അതുകൊണ്ട് ദയവായി വരരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴും പക്ഷേ and he was so proud. And then Uzziah became furious. 10-ാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നത്, then Uzziah became furious and he had a censer in his hand to burn incense. അവിടെ ധൂപം കാട്ടുവാനായി കടന്നു ചെല്ലുന്ന ഉസ്യാവിനെ ഞാൻ, when he was angry with the priest, leprosy broke out on his forehead. വായിച്ചാട്ട് 10-ാമത്തെ വാക്യം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസ്യാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിയിന്മേൽ കുഷ്ഠം പൊങ്ങി. You understand how serious God's place is? You understand how serious it is? നമ്മൾ വിചാരിക്കും
എല്ലാം കളിയാണ് അല്ലേ? ഹല്ലേലൂയ. You know, one expression which comes from Isaiah's mouth is that Isaiah says, God of holiness. Whenever Isaiah says he's a God of holiness, ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെർസെപ്ഷൻ മാറും. ഈ ദൈവത്തിൻ്റെ അടുക്ക കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ വീണ്ടെടുത്തതാണ്, കർത്താവ് നമ്മളെ സഹായിച്ചാണ്, അനുഗ്രഹിച്ചാണ്, ഓൾ ദാറ്റ് ഇസ് ഫൈൻ, നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ യു ആർ ഗോയിങ് ഔട്ട് ഓഫ് ഇറ്റ്. വൈ? ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന നിഗളമാണ് അതിന് കാരണം. അദ്ദേഹം കൈനീട്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അന്നേരം തന്നെ ആക്ഷൻ ഉണ്ടായി. കാരണം കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ദൈവം ചില സാഹചര്യങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ആക്ട് ചെയ്യും, ചില സമയത്ത് ഇമ്മീഡിയറ്റായിട്ട് ആക്ട് ചെയ്യത്തില്ല. അനന്യാസിയുടെ സഫീറയുടെ കേസിലൊക്കെ ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ ഉണ്ടായി, പക്ഷേ ചില സമയത്ത് ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ ഉണ്ടാവത്തില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഗോഡ്സ് മേഴ്സി. ദാറ്റ്സ് ഓൾ വി ക്യാൻ സേ. സോ ദൈവം ഈ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും അന്നേരം തന്നെ അദ്ദേഹത്തിന് ലെപ്രസി അദ്ദേഹത്തിൻ്റെ ഫോർവേഡിലുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. Then he came to his senses and then they led him out. And മരിക്കുന്നത് വരെയും അദ്ദേഹം ഒരു ലെപ്രസി ബാധിച്ച മനുഷ്യനെ പോലെ സെപ്പറേറ്റ് ആയിട്ട് രാജാവായിരുന്നുവെങ്കിലും മരിക്കുന്നത് വരെയും അദ്ദേഹം ലെപ്പറായിട്ട് തുടരേണ്ടതായിട്ട് വന്നു. Now when you talk about leprosy and all those things, we see now, no, that is thing. നമ്മൾ പലപ്പോഴും രോഗത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കാണാറുണ്ട്, പക്ഷേ പാപത്തെ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് കാണാറില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ ചിന്തകളും എത്ര സീരിയസ് ആണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല. And that exactly we have to understand. Again, another situation we see from Genesis chapter 11. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ. ഉൽപ്പത്തി, Genesis chapter 11 verse 1 and 2. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണും കുമ്മായവും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുമയുണ്ടാകുമെന്ന് പറഞ്ഞു. നമുക്ക് പേരുമുണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. മതി. Can you read verse 4, 4-ാമത്തെ വാക്യം? വായിച്ചാട്ടെ. And they said, Come, let us build ourselves a city and a tower whose top is in the heavens. Let us make a name for ourselves, lest we be scattered abroad over the face of the whole earth. Now, why do you think they... See, വളരെ നല്ല മനോഹരമായ ഒരു ഐഡിയ അല്ലേ? അവിടെ പറഞ്ഞതുപോലെ നമുക്കൊരു സ്ഥലം ഉണ്ടാക്കണം, നമുക്ക് ആ സ്ഥലത്ത് നമുക്കൊരു എന്ത് പണിയണം? നമുക്കൊരു ഉയരമുള്ളൊരു ഗോപുരം പണിയണം. എന്ത് മനോഹരമായ ആർക്കിടെക്ചറൊക്കെ അവർക്കുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു. എന്തായിരുന്നു അവരുടെ പിന്നിലുള്ള ആഗ്രഹം? No, says, come, let us build ourselves a city, a lower whose top is in the heavens. അപ്പം ഉയരത്തിലുള്ള ഒരു ആകാശമുട്ടത്തക്ക രീതിയിലുള്ള ഒരു ടവർ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് ലെറ്റ് us make a name for ourselves. നമുക്ക് എന്തുണ്ടാക്കണം? ഒരു പേരുണ്ടാക്കണം. റൈറ്റ്? ലെസ്റ്റ് വി ബി സ്കാറ്റേഡ്. ഇനി അടുത്തത്, നമ്മൾ ഒരിക്കലും ചിതറിപ്പോകാൻ പാടില്ല, നമുക്ക് ഒന്നിച്ച് നിൽക്കണം. ബി സ്കാറ്റേഡ് ടുഗെദർ, ബി സ്കാറ്റേഡ് എബ്രോഡ് ഓവർ ദ ഫേസ് ഓഫ് ദി ഹോൾ എർത്ത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കണം. ഇതിനകത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല അല്ലേ? പക്ഷേ എന്താണ്, നിങ്ങൾ അതിൻ്റെ മുമ്പിലത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം എന്ത് കഴിഞ്ഞിട്ടാണ് ഇവർ തീരുമാനിച്ചത്. തൻ്റെ ജനം ദൈവത്തെ വിട്ടകന്ന് വഷളായി പോയപ്പോൾ ദൈവം ഒരു ശിക്ഷ കൊടുത്താൽ. എന്തായിരുന്നു ശിക്ഷ? 40 ദിവസം അവർക്ക് മഴ അല്ലേ? 40 രാവും 40 പകലും മഴ പെയ്തു. നോഹയും കൂട്ടരും ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ഇനി ദൈവം ഇങ്ങനൊരു പരിപാടിയും കൊണ്ട് വന്നാൽ നമുക്ക് എന്തോ ചെയ്യണം? രക്ഷപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എത്ര ബുദ്ധിമാന്മാരാന്ന് മനസ്സിലാക്കണം. ഇങ്ങനെങ്ങാനും ദൈവം ഒരു പദ്ധതി കൊണ്ട് എൻ്റെ ജീവിതത്തിലോട്ട് വന്നാൽ നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഗോപുരം വേണം, മണ്ടയ്ക്ക് കയറിയിരിക്കാമല്ലോ. മഴ വന്നാൽ, എത്ര മഴ വന്നാലും നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ ദേ want to make a big tower so that we will not have to be scattered, we will not die.
and we will be able to overcome the wrath of God. പക്ഷേ ദൈവം അങ്ങനെ നശിപ്പിക്കത്തില്ലെന്ന് ദൈവം തന്നെ പറഞ്ഞു. So there's no point. But the mind of the മനസ്സെന്തായിരുന്നു? പക്ഷേ അത് കാണുവാൻ ദൈവം ഇറങ്ങി വന്നു. when he saw that rebellion is building up. If you look at this place and if you read that വായിക്കുമ്പോൾ മനസ്സിലാകും. And then he came down. ദൈവം എന്ത് ചെയ്തു? 6-ാമത്തെ വാക്യം, അവർക്ക് ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കി കളയുക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളഞ്ഞതിനാൽ അതിന് ബാബേൽ എന്ന് പേരായി. ബാബേൽ എന്ന് പേരായി. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് ബാബിലോൺ. മനസ്സിലായോ? ബാബിലോണിന്റെ സ്റ്റാർട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തിനെതിനായിട്ട് നിന്ന് ചെറുത്ത് നിൽക്കുന്ന ഒരു ജനം, ആ ഒരു ജനം ഞാൻ പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ കാണുന്നത് ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ ബൈബിളിൻ്റെ ഓരോ ഏടുകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ സമയത്തും നമുക്കിതിങ്ങനെ കാണാനായിട്ട് കഴിയും. ദൈവത്തോട് റിബല്ല് ചെയ്യുന്ന ഒരു ഹൃദയം, ആ ദൈവം പണിതതിനെതിരായിട്ട് അല്ലെങ്കിൽ ദൈവം പറഞ്ഞതിനെതിരായിട്ട് ദൈവം ചെയ്യുന്നതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് കാണാം. അപ്പം ദിസ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഹോൾ ദിസ് ബാബിലോൺ പ്രോസസ്. നൗ യു സീ ദാറ്റ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ആ ഒരു ഹൃദയമാണ് മനുഷ്യൻ്റെ ഹൃദയം. അത് എന്തിലേക്ക് കൊണ്ടുചേരത്തുള്ളൂ? ലജ്ജയിലേക്ക്, നാശത്തിലേക്ക്, ദൈവത്തിൽ നിന്ന് അകന്നതിലേക്ക്, കൃപ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം മാൻ വോണ്ട് ടു ബി റിബെല്ലിങ് അഗൈൻസ്റ്റ് ഗോഡ്. നൗ യു സീ ആൻഡ് ദിസ് ഇസ് ഈ ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് വി റീഡ് ജെനസിസ് ചാപ്റ്റർ 3 മൂന്നാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, verse 5. For God knows that in the day you eat of it, your eyes will be opened, and you will be like God, knowing good and evil. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 5-ാമത്തെ വാക്യം ഉൽപ്പത്തി 3:5. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുന്ന ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കുന്ന മനസ്സിലാക്കണം, പല മെസ്സേജുകളും നമുക്ക് ഭാഗികമായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗികമായ മെസ്സേജുകൾ മാത്രമാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം അതിനകത്ത് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഈ വാക്യത്തിൻ്റെ തന്നെ യു വിൽ ബി ലൈക്ക് ഗോഡ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകാനായിട്ടാണല്ലോ ഈ പ്രസംഗങ്ങളെല്ലാം, അല്ലേ? പുത്രൻ്റെ സ്വരൂപത്തോട് സദൃശ്യമാകാനായിട്ടാണ് നമ്മൾ ഇത്രയും പ്രസംഗിക്കുന്നതെല്ലാം. എന്തിനു വേണ്ടിയാ? പുത്രൻ്റെ സ്വരൂപത്തിന് വേണ്ടി, അല്ലേ? അപ്പം അതാണല്ലോ നമ്മുടെ മെസ്സേജ്. അപ്പം പിശാചിൻ്റെ മെസ്സേജ് എന്ത് തന്നെയാണ്? യു വിൽ ബി ലൈക്ക് ഗോഡ്. അത് ഭാഗികമായ മെസ്സേജാണ്. പിന്നെ ബാക്കി എന്താണ്? സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. മനസ്സിലായോ? ദൈവമില്ലാതെ നിങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ ദൈവത്തെ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ദൈവത്തെ പോലെ നിങ്ങൾ, സോ യു ആർ ബിക്കമിങ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗോഡ്. യു ഡോണ്ട് ഹാവ് ടു വാക്ക് വിത്ത് ദ ലോർഡ്. സി, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്ന ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി ജീവിതങ്ങളാണ്. പക്ഷേ എപ്പോഴും ഇത് വരുന്ന ആ പിശാചിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് മാറ്റി ദൈവത്തിൻ്റെ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്താൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇവനോട് പറഞ്ഞ സുവിശേഷം അതാണ്. ഇവനോട് പറഞ്ഞ സുവിശേഷം എന്താണ്? ഇവനോട് പറഞ്ഞ നീ ദൈവത്തെ പോലെ ആകും, നന്മ തിന്മകളെ തിരിച്ചറിയാം, നീ ഒരിക്കലും മരിക്കുകയില്ല, നീ തിന്നുന്ന നാളിൽ നീ മരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ മരിക്കുകയൊന്നുമില്ല, നിനക്കിപ്പോഴും ജീവനുണ്ടാവും. പക്ഷേ ആ പറയുന്ന മരണം എന്താണ്, കർത്താവ് ഉദ്ദേശിച്ച മരണം എന്താണ്, പിശാച് ഉപദേശിച്ച മരണം എന്താണെന്നുള്ളതിനനുസരിച്ചിരിക്കും മെസ്സേജ് മാറുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമായ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് മാറ്റുന്ന ഒരനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം കയറി വരുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ then she said, okay, why not? That's a good thing to do. And she went forward and we know what happened. എന്താണ് മുമ്പോട്ട് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. ഇത് പറയുമ്പോൾ തന്നെ യെശയ്യാവിൻ്റെ പ്രവചനം പുസ്തകത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ ബാബിലോണിനോട് സംസാരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് 14-ാമത്തെ അധ്യായം. യെശയ്യാവിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ ബാബിലോണിനോട് സംസാരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ്. ആ പ്രവചന ഭാഗത്തിൻ്റെ ഇടയ്ക്ക് ടോൺ മാറുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ് പോർഷൻ. ആ ടോൺ നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് 13-ാമത്തെ വാക്യം, verse 3.
Verse 12, 12 വാക്യം. യെശയ്യാവ് 14:12. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അത്രത്തിൽ സമാഗമന പർവ്വത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. അപ്പോൾ മനസ്സിലാക്കണം, ബാബിലോൺ രാജാവിന്, ബാബേൽ എവിടെ നിന്നാന്ന് ഞാൻ പറഞ്ഞു, ബാബിലോണിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു. ആ ബാബിലോണിൻ രാജാവിനോട് ദൈവം കൊടുക്കുന്ന ഒരു ദൂതിന്റെ ഇടയ്ക്ക് പറയുകയാണ്, see, this is what it is. There is a spirit which drives through all these things. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്ന ഒരു ആത്മാവുണ്ട്, അത് പിശാചിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ആ പിശാചിനോട് തന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. അത് പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിലെ താല്പര്യം ദൈവത്തോട് ആരെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം, പിശാചിനോട് പറയാണ്. പിശാചിൻ്റെ താല്പര്യം അത് വീഴ്ചയ്ക്ക് മുമ്പുണ്ടായത്. ആ വീഴ്ച കഴിഞ്ഞിട്ട് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ വിൽ അസെൻഡ് ഇൻ ടു ഹെവൻ, ഐ വിൽ എക്സോൾട്ട് മൈ ത്രോൺ എബവ് ദ സ്റ്റാർസ് ഓഫ് ഗോഡ്. പിന്നെ ഐ വിൽ ഓൾസോ സിറ്റ് ഓൺ ദ മൗണ്ടൻ ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓൺ ദ ഫാർദേസ്റ്റ് സൈഡ് ഓഫ് ദ നോർത്ത്. I will ascend above the heights of the clouds. I will be like the Most High. Right? ഇത് പിശാചിൻ്റെ. Now, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ നിഗളം നിറയുമ്പോൾ മനസ്സിലാക്കണം, we are slowly getting connected to this spirit or slowly getting connected to this effect. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ താല്പര്യം എന്നാണ്? ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ, അതിൻ്റെ എല്ലാം മേളിൽ ഞാൻ രാജാവായി വാഴുമെന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ചിന്തിക്കും, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ദ സ്പിരിറ്റ് ഇസ് ദ സെയിം. ആ ഒരു എഫക്റ്റ് സെയിം ആണ്. നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു രീതി സെയിം ആണ്. ആ പിശാചിൻ്റെ ഉണ്ടായിരുന്ന അതേ ഒരു രീതിയിലാണ് നമ്മളും ചിന്തിച്ചു പോകുന്നത്. നമ്മൾ നല്ലതാണ്, കർത്താവിന് വേണ്ടി നമ്മൾ തീരുമാനമൊക്കെ എടുത്തതാണ്, പക്ഷേ സ്ലോലി വി ഡിസൈഡ് ട്രാക്കിംഗ് ഓൺ ഇറ്റ്. Now, when we look at all these things, what do we understand? കർത്താവ് നമ്മളെ വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് എൻഡ് വരെ വിശ്വസ്തയോടെ, കളങ്കം ഇല്ലാതെ, ചുളുക്കമില്ലാതെ പോവുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? നമ്മളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കർത്താവുമായിട്ടുള്ളൊരു ഡിപ്പെൻഡൻസി പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് പലപ്പോഴും ചിന്തിക്കുന്നു. ഒരിക്കലും ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല. അതിന് കർത്താവ് നമുക്ക് തന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാതൃകയാണ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഫിലിപ്പിക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ആ വാക്യം മനോഹരമായി നമ്മൾ വായിക്കുമ്പം, ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. വായിച്ചാട്ട് ഫിലിപ്പിയൻ ചാപ്റ്റർ 2 verse 5. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവും എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ നമ്മൾ കാണുന്നറിയാം, now he is a somebody, from somebody he became a nobody. മനസ്സിലായോ? നമ്മൾ എങ്ങനെയായിരുന്നു? we were a nobody, God made us somebody. But God is somebody already. From somebody he became a nobody. മനസ്സിലായോ? ആരോരുമില്ലാത്തവനെ പോലെ, ജനിക്കാൻ സ്ഥലമില്ലാത്തവനെ പോലെ, മരിക്കുമ്പോൾ തലചായ്ക്കാൻ സ്ഥലമില്ലാത്തവനെ പോലെ, അടക്കാൻ ഒരു കല്ലറയില്ലാത്തവനെ പോലെ, ഉടുക്കാൻ വസ്ത്രമില്ലാത്തവനെ പോലെ, ഒരു രീതിയിലും ഒരു പ്രിവിലേജസും എടുക്കാതെ സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, he became a nobody. Just can you imagine that? And he said, let this mind be in you. അപ്പം നമുക്ക് മനസ്സിലാകും, കർത്താവേ, ഈ ഒരു മനസ്സ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ,
എന്ത് ട്രാൻസ്ഫോർമേഷനാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്? മനസ്സിലാകുന്നു? നമ്മളിങ്ങനെ കയറി കയറി പോവാം. വെൻ യു ആർ നോ ബഡി ഫ്രം നൗ യു ബിക്കം സംബഡി, നൗ ഐ ക്യാൻ ഓർഡർ എനിബഡി, ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മെസ്സേജ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ്. വാട്ട് വാസ് ഹിസ് മൈൻഡ്? അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പവേഴ്സും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിന് ഏഞ്ചൽസ് വന്ന് അദ്ദേഹത്തെ സഹായിച്ചേൻ. ബട്ട് ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. പിലാത്തോസിൻ്റെ മുമ്പിൽ പോലും ഒന്നും മിണ്ടാതെ നിന്നു. പ്രൈസ് ദി ലോർഡ്. വാട്ട് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ. ആ കർത്താവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്ന് പറയാം. അങ്ങനെ വരുമ്പോഴാണ്, ഈ മനസ്സിനുള്ള രൂപാന്തരം വരുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാകാത്ത പലരെയും മനസ്സിലാക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ പല കാര്യത്തെക്കുറിച്ചും പല ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ബുദ്ധിയില്ലാത്തവനാ, അല്ലെങ്കിൽ മനസ്സിലാക്കാത്തവനാ, ഇതില്ലാത്തവനാ. ബട്ട് ദെൻ ഇസ് ദ ലോർഡ് ഹാവ് ദ സെയിം മൈൻഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് എന്ന് നമ്മൾ പല ആവർത്തി ഈ കാര്യം കേട്ടു. പാപിനിയായ സ്ത്രീയെ പിടിച്ച് നടുക്കുകൊണ്ട് കല്ലെറിയാമെന്ന് നിന്നപ്പോൾ കർത്താവ് ജസ്റ്റ് വെയിറ്റഡ്. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. ഹി വാസ് അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഈസ് ഇറ്റ് ദാറ്റ് വണ്ടർഫുൾ ലോർഡ്? അവൻ കാണുന്നതിനൊത്തവണ്ണം വിധിക്കാത്തവൻ, അല്ലേ? ആ ഒരു കർത്താവിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം കണ്ടു. ദൈവം നമ്മളെ മനസ്സുരുക്കി രൂപാന്തരപ്പെടുന്നത് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഈ കർത്താവിൻ്റെ ലെവലിലോട്ടാണ് കൊണ്ടുവന്നത്. അല്ലാതെ ലോകത്തിലെ സ്റ്റാൻഡേർഡിലോട്ടല്ല. നമ്മൾ സമ്പടിയായി ഇന്നിപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതല്ല. മനസ്സിൻ്റെ ഉള്ളിലെ ആ രൂപാന്തരം ഉണ്ടായിട്ട് ക്രിസ്തുവിനെ പോലെ. പ്രൈസ് ദി ലോർഡ്. വേർ ഓൾസോ വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഫാദർ. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഒരു മരത്തെക്കുറിച്ച് പറഞ്ഞു. ഏത് മരമാണ് പറഞ്ഞേ? അല്ല, മുന്തിരിവള്ളി. മരമല്ല അത്. എന്താണ്? ഇറ്റ്സ് എ ക്ലൈംബർ, ഇസ്ന്റ് ഇറ്റ്? വൈൻ ഇസ് എ ക്ലൈംബർ, അല്ലേ? എന്ന് പറഞ്ഞാൽ ക്ലൈംബറിന് തന്നെ നിൽക്കാൻ പറ്റുകയില്ല. ക്ലൈംബർ എന്തിനേലും പിടിച്ചേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം കർത്താവ് പറഞ്ഞു, ഐ ആം ദ വൈൻ ആൻഡ് ദാറ്റ് വൈൻ നീഡ് സംബഡീസ് ഹെൽപ്പ്. പ്രൈസ് ദി ലോർഡ്. റൈറ്റ്? ഇറ്റ് നീഡ് സംബഡീസ് ഹെൽപ്പ്. കാൻഡ് ഹി ഗിവ് സം അതർ? വേറെ ഏതെങ്കിലും അത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ പേര് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷേ ബലഹീനമായ ഒരു ബലഹീനമായ ഒരു വൃക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു ചെടിയുടെ പേര് പറഞ്ഞു ഐ ആം ലൈക്ക് ദാറ്റ്, ഡിപ്പെൻഡിങ് ഓൺ ദ ഫാദർ. He says, I can do something without from the Father, but I will never do. Because he is God. He can, but he will never do. Praise the Lord. അപ്പം കണ്ടിന്യൂസ് ഡിപ്പെൻഡൻസ്. അപ്പം നമ്മളോട് പറയുകയാണ്, ഉസിയാവെ സംബന്ധിച്ചിടത്തോളം ഉസിയയുടെ ജീവിതത്തിൽ എല്ലാമായി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉസിയയുടെ മനസ്സിന് വ്യത്യാസം വന്നു. അതേപോലെ തന്നെ ജനം നോഹയുടെ പിള്ളേരാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇവർ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിന് വ്യത്യാസം വന്നു. അവയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നപ്പോഴത്തേക്കും പിശാചിൻ്റെ വഴി ചിന്തിക്കുവാനായിട്ട് മനസ്സ് വിട്ടുകൊടുത്തു. അതുകൊണ്ട് വ്യത്യാസമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ എല്ലാം പിന്നിലിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ദാറ്റ് സ്പിരിറ്റ് ഓഫ് ദ ഡെവിൾ. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിൻ്റെ ചിന്ത കർത്താവിൻ്റെ മേളിൽ നിൽക്കണമെന്നുള്ളൊരു ചിന്തയാണ്. അത് നിങ്ങൾക്കൊരിക്കലും ഇൻഫ്ലുവൻസ് ആകരുത് എന്ന് പറഞ്ഞിട്ട് പറയണം, ദിസ് ഇസ് ദ എക്സാമ്പിൾ നൗ വി ഹാവ്. നമുക്ക് കഴിയാത്തതിനെ സാധിപ്പാനായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചു തരിക. വെൻ ഹി വാസ് എ സംബഡി, ഹി ബിക്കേം എ നോബഡി. ആൻഡ് ഹി ബിക്കേം, ഇനി ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഹി മെയ്ഡ് ഹിംസെൽഫ് ഓഫ് എ നോ റെപ്യൂട്ടേഷൻ, ടേക്കിംഗ് ദ ഫോം ഓഫ് എ ബോണ്ട് സെർവൻറ്റ്, കമ്മിങ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് മെൻ. എല്ലാ പദവികളും എല്ലാ ലെവലിലും സ്ട്രിപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് വന്നത്. Says he has become a nobody and being found, and the second word is very important, in the appearance of man, he humbled himself and became obedient to the point of death. Hallelujah. And there he trusts on the Father. Whatever the Father says, that is right. Hallelujah. That is called humility. മനസ്സിലാകുന്നുണ്ടോ? പൊട്ടന്മാരാകണമെന്നോ ചിന്തിക്കരുതെന്നോ മൈൻഡ് ഓഫ് ചെയ്യണമെന്നോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. നമ്മൾ ഒരു ഡോർ മാറ്റ് ആകണമെന്നോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. ബട്ട് ഡിപ്പെൻഡൻസി ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെ കർത്താവ് നമുക്ക് തന്നൊരു മാതൃകയുണ്ട്. പിതാവിനോട് പറ്റി നിൽക്കുന്ന ഒരു കർത്താവ്, അതുപോലെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ.
അങ്ങനെ വരുമ്പോൾ, സോ ഹി ഹംബിൾഡ് ആൻഡ് ഹി ഒബെയ്ഡ്, then automatically from God comes the third thing. What is that? മൂന്നാമതായി എന്ത് വരും? What God gives? Exaltation. അല്ലേ? അതുകൊണ്ട് വായിച്ചാട്ട് അടുത്ത വാക്യം, വേഴ്സ് 9, 9ാമത്തെ വാക്യം. Therefore, വായിച്ചാട്ട് 9ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവവും അതുകൊണ്ട്, ഏതുകൊണ്ട്? മേളത്തെ കാര്യങ്ങൾ നടന്നതുകൊണ്ട്. He humbled himself and he obeyed. Therefore God exalted him. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തും. Praise the Lord. If you don't humble yourself, God cannot lift you up. Right. Once upon a time you were a nobody, God made you somebody. And now don't think that you are a somebody, but depend on God. ദൈവത്തോട് കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു പറയണം, he humbled himself and he became obedient and God exalted him. ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉയർത്തും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മളെ ഉയർത്തും, കർത്താവ് നമ്മളെ നിർത്തും. അപ്പോഴാണ് നമ്മുടെ ഉയർച്ച. അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. ലോകം തരുന്നൊന്നും വേണ്ട, അവിടെ നിന്ന് തരുന്നതൊക്കെ മതി. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ഹി സേസ് ഇൻ യാക്കോബിലെ, നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാക്യം നമ്മൾ വായിച്ചു, യാക്കോബിൻ്റെ 4-ാം അധ്യായത്തിൽ chapter 4, James chapter 4, we said, when you want to go somewhere and you don't want to do it, what do you want to do? What do you want to say? You say, I can go, I can do. 4-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം, sorry, 15-ഉം 16-ഉം. Sorry, let's read from, I can read from 13 onwards, 13 onwards. Come now, and you who say, today or tomorrow we will go to such and such a city, spend a year there, buy and sell and make a profit. Whereas you do not know what will happen tomorrow. For what is your life? It is even a vapor that appears for a little time and then vanishes away. Instead you ought to say, if the Lord wills, we shall live and do this or that. But now you boast in your arrogance. All such boasting is evil. 15-ഉം 16-ഉം ഒന്ന് വായിക്കൂ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. ഈ വക പ്രശംസ എല്ലാം, ഇംഗ്ലീഷിൽ ആ വേർഡ് വയ്ക്കുന്നത്, all such things is arrogance. Arrogance in what? നമ്മൾ ചിന്തിക്കും, ഞാൻ അവിടെ പോകുന്നൊക്കെ പറയുന്നതൊക്കെ അറഗൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും അല്ലേ. യാക്കോബ് എന്നാ പറഞ്ഞു വരുന്നത്? ദാറ്റ് മീൻസ് അത് ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാം, പക്ഷേ ഞാൻ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്ത വ്യക്തി ആയിരിക്കുന്നത് കൊണ്ട് so much connected. That's a mark of humility which we learn from Jesus. പിതാവിൽ നിന്നും എന്തെങ്കിലും ലഭിച്ചിട്ടല്ലാതെ, കിട്ടിയിട്ടല്ലാതെ, കണക്റ്റഡ് അല്ലാതെ ആയിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഹ്യൂമിലിറ്റി എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന്. അപ്പം എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏതാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിത്തീരില്ല. വിശുദ്ധിയുടെ പാരതമ്യത്തിൽ വരുമ്പോഴേക്കും നമ്മൾ ഏതാണ്ട് വിശുദ്ധരായിട്ട് നമുക്ക് തന്നെ സ്വയമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ടാകുകയല്ല, മറിച്ച് കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നതോടും കർത്താവിൻ്റെ രൂപത്തിലായിത്തീരുന്നത്തോളം കൂടുതൽ കർത്താവിനോട് അടുത്തടുത്ത് ചെല്ലിയേ പറ്റുള്ളൂ. റൈറ്റ്? യു ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ ഡിപ്പെൻഡൻ്റ് ഓൺ ദ ലോർഡ്. വേർ വി ഹംബിൾ അവർ സെൽസ് മോർ, അധികം നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തും, അധികം കർത്താവിനെ അനുസരിക്കും. അറ്റ് ദ സെയിം ടൈം പിതാവ് നമ്മളെ എക്സോൾട്ട് ചെയ്യുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കാണ്. മൂന്നാമത്തെ കാര്യം ഓട്ടോമാറ്റിക്കാണ്, ദൈവം അത് ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഈ ചിന്തകളെല്ലാം ഓർപ്പിച്ച് തന്നപ്പോൾ എൻ്റെ ഓഫീസിലെ സാഹചര്യങ്ങളിലൊക്കെ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്, ഓരോ കാര്യങ്ങളും കോൺവെർസേഷൻ, പലരോടുള്ള കോൺവെർസേഷൻ ഒന്ന് നിന്ന് ചിന്തിക്കാനായിട്ടൊരു അവസരങ്ങൾ തന്നു. അതൊരുപാട് കോൺഫ്ലിക്റ്റുകളും ഇല്ലാതാക്കി. പലരുടെയും ജീവിതത്തിൽ പല കോൺഫ്ലിക്റ്റുകളുടെയും കാര്യം നമ്മൾ പലപ്പോഴും ഒത്തിരി ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിഗളമാണ്. ഒരു പക്ഷെങ്കിൽ പുറത്തുനിന്നൊരു പക്ഷെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഞാൻ ക്രിസ്തുവിനെ പോലുള്ള ഒരു സ്വഭാവത്തിൻ്റെ ആളുടെ വ്യക്തിയാണെങ്കിൽ I will humble myself and I will obey as he says, and then the Lord will do his part. ദൈവം നാം മഹത്വപ്പെടട്ടെ. ആമേൻ.